ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമുക്കൊരു അട ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇന്ന് 4 മണിക്ക് ചായക്ക് അട കഴിക്കാൻ വിചാരിച്ചു. അട പുഴുങ്ങിയ അടയാണ്. അപ്പോൾ ഒരു മുറി തേങ്ങയും 2 അച്ച് ശർക്കരയും ഒരു 4 ചെറുള്ളിയും കൂടി നന്നായിട്ട് ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് വെച്ചിടും. പിന്നെ നമുക്ക് മാവ് ഉണ്ടാക്കാം. സാധാ നോർമൽ അരിപ്പൊടി, നല്ല തരി ഇല്ലാത്ത നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി കുഴച്ച് ഒരു അധികം ലൂസാവരുത്, എന്നാൽ നല്ല ടൈറ്റ് ആവരുത്, അങ്ങനത്തെ ഒരു മാവ് റെഡിയാക്കി എടുക്കാം. സാധാ ഞാൻ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ്, തിളപ്പിച്ച വെള്ളമൊന്നും ഒഴിച്ചിട്ടല്ല ഞാൻ മാവ് കുഴച്ചിരിക്കുന്നത്. പിന്നെ വാഴൻ്റെ ഇലത്തിൻ്റെ ബാക്കി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തൂവിയതിന് ശേഷം അതിക്ക് മാവ് വെച്ച് നന്നായിട്ട് പരക്കുക, നല്ല തിന്നായി പരത്തിയെടുക്കുക. ഇപ്പം ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഇതിപ്പോൾ എന്താ സാധാ നോർമലല്ലേ, അപ്പം ഞാൻ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നു, അത്രയേ ഉള്ളൂ. എന്നാൽ തിന്നായി പരത്തിയതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് ശർക്കരയും ശർക്കരയും തേങ്ങയും ഉള്ളിലൊക്കെ മിക്സ് ചെയ്തില്ലേ, അതിങ്ങനെ വെച്ചിട്ട് ഒന്ന് മറിച്ച് കൊടുക്കുക. അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ മറിച്ചിട്ട് പിന്നെ അതൊന്ന് ആവിയിൽ പുഴുങ്ങിയേക്കും. ചുട്ടെടുക്കുകയും ചെയ്യും പുഴുങ്ങുകയും ചെയ്യും. എനിക്ക് ഒന്നുകൂടി ഇഷ്ടം ചുട്ടെടുക്കുന്നതാണ്, പക്ഷേ ഞാൻ ഇന്ന് പുഴുങ്ങുന്നതാണ് ചെയ്തത്. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഞാനത് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ അട നന്നായിട്ട് ആവി കയറി വെന്ത് സെറ്റായി വന്നത്. അപ്പോൾ വെന്ത് വന്നാൽ ഇങ്ങനെ ഇല അയിമ വേറിട്ടെക്കും. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യണം. അപ്പോൾ ഞങ്ങളിന്ന് 4 മണിക്ക് ചായക്ക് വേണ്ടിയിട്ട് ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ചൂടുണ്ടപ്പോൾ ഞാൻ അതോടെ അങ്ങനെ ആക്കിയിരിക്കുന്നത്. മോൾക്ക് ഞാനതിങ്ങനെ വേറെടുത്ത് കൊടുക്കുക, നല്ല ചൂടുള്ള അടുപ്പത്ത് നിന്ന് എടുത്ത് വെച്ചതല്ലേ. അപ്പോൾ ഇതും നല്ലൊരു കട്ടൻ ചായയും കൂടിയാണ്, അടിപൊളിയായിരിക്കും. ശർക്കര നമ്മൾ അതുപോലെ ടേസ്റ്റും പഞ്ചസാര നമ്മൾക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.